പറയുമ്പോ ആ ഖുർആനിന്റെ ഒരു വാക്യത്തിന് അർത്ഥം പറയാൻ പരിമിതമായ അറിവ് കൊണ്ട് ശ്രമിക്കുന്ന വിനീതനായ അഹമ്മദ് കബീർ ബാക്കവി, എന്റെ സഹോദരങ്ങളെ, പേരിന് നീളമുണ്ടെങ്കിലും അറിവിന് നീളമില്ലാത്ത, ഒട്ടും തന്നെ അറിവിന്റെ ഒരു തന്തു പോലും കടന്നു ചെന്നിട്ടില്ലാത്ത ഈ പാവപ്പെട്ടവന് സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യുമ്പോ ഖുർആൻ എന്ന് പറഞ്ഞാൽ അലറിയടിക്കുന്ന മഹാസാഗരം പോലെയാണ്. അലറിയടിക്കുന്ന കടലിന്റെ ഓരത്തുകൂടി നടന്നു പോകുന്ന മുക്കുവ കുട്ടിക്ക് ആ കടൽ തീരത്ത് കിടക്കുന്ന കക്കയും ചിപ്പിയും പെറുക്കിയെടുത്തിട്ട് കടലിന്റെ തിരമാലകൾ ആഞ്ഞടിച്ച് കരയിലേക്ക് വന്ന് തലതല്ലി തിരിച്ചു പോകുമ്പോ, തിരമാല തിരിച്ചു പോകുമ്പോ എവിടെയോ കടലിൽ കിടക്കുന്ന കക്കയും ചിപ്പിയും കടൽ തീരത്ത് വന്നടിയുമ്പോ അതിലൂടെ നടന്നു പോകുന്ന മുക്കുവ കുട്ടി ആ കടലിലെ കക്കയും ചിപ്പിയും, തീരത്തടിഞ്ഞ കക്കയും ചിപ്പിയും പെറുക്കിയെടുത്തിട്ട് ഇത് കടലിലുള്ളതാണെന്ന് പറയുന്നത് പോലെ ആ മുക്കുവ കുട്ടിക്ക് കടലിനെ കുറിച്ച് എന്ത് വിവരമാണല്ലോ? അവന്റെ കയ്യിലാകെയുള്ളത് കക്കയും ചിപ്പിയുമാണ്. അവനറിയുന്നു പോയി അലറിയടിക്കുന്ന സാഗരത്തിന്റെ ഉള്ളില് എത്രയോ വില പിടിച്ച പവിടങ്ങൾ, എത്രയോ മുത്തുരത്നങ്ങൾ. അതറിയാൻ കടൽ തീരത്ത് നിൽക്കുന്ന മുക്കുവ കുട്ടിക്കറിയുമോ? സഹോദരങ്ങളെ, ഈ വിനീതൻ കടൽ തീരത്ത് നിൽക്കുന്ന ഒരു മുക്കുവ കുട്ടിയെ പോലെ മാത്രമാണ്. കക്കയും ചിപ്പിയും കയ്യിൽ വെച്ചിട്ട് കടലിനെ നോക്കിയിട്ട് ഇത് കടലാന്ന് പറഞ്ഞ മുക്കുവ കുട്ടിയെ പോലെ ഒന്നും അറിയാതെ വിനീതനായ ഞാൻ ഖുർആനിനെ കുറിച്ച് പറയാൻ പോവുകയാണ്. ഖുർആനീക ദർശനം വിടർത്തിക്കാട്ടിയ മായൂര പിഞ്ചത്തിന് മുന്നിൽ ഒന്നും അറിയാത്തൊരു കൊച്ചുകുട്ടിയെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് അല്ലാഹുവേ 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 പടച്ചവനെ നിന്റെ ഖുർആനിനെ പറയുമ്പോ പിഴവ് വന്നാൽ പൊറുക്കണേ തമ്പുരാനെ. അല്ലാഹു മനുഷ്യനോട് പറയുന്ന ഉത്തരമാണിത്. റബ്ബിൽ ആലമീൻ, സർവ്വലോകത്തും നിന്റെ പരിപാലകൻ ഞാനാണ്, നീ വന്ന കാലത്തെ കുറിച്ച് ഓർക്കുക. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഒറ്റ വാക്കേ ഉള്ളൂ. ലോകത്ത് ആർക്കും ഉത്തരം കഴിയാൻ പറ്റാത്ത 3 ചോദ്യം ഇതാണ്. മനുഷ്യൻ എവിടെ നിന്ന് വന്നു, എന്തിനു വന്നു, ഇനി എവിടേക്ക് പോകുന്നു? ഖുർആൻ എന്ത് പറയുന്നു നമുക്ക് നോക്കാം. ഒരു മനുഷ്യന്റെ ജീവിതം ആദ്യം നാം അറിയേണ്ടത് ഉമ്മാടെ വയറ്റിൽ നിന്നല്ല നമ്മുടെ ജീവിതം തുടങ്ങി. അതിനു മുമ്പ് ഒരു ലോകമുണ്ട്. ആ ലോകത്തിന്റെ പേരാണ് ആലമുൽ അർവാഹ്. 2 ലോകം ഞാൻ വളരെ വിശദീകരിക്കില്ല, 10 മിനിറ്റ് കൊണ്ട് തീർക്കും. നമ്മളിപ്പോ കാണുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഒന്നാമത്തെ ലോകം അൽ ആലമി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ലോകം ആലമുൽ അർവാഹ്, ആത്മാവുകളുടെ ലോകം. നമ്മൾ ഈ ശരീരത്തോടു കൂടി വന്ന് പാർപ്പ് തുടങ്ങിയതാണ് ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ. അതിനു മുമ്പ് നമ്മളൊരു ലോകമുണ്ടായിരുന്നു. ഏതായിരുന്നു ആ ലോകം? ആത്മാവുകളുടെ ലോകം. ഒന്നാമത്തെ ലോകം ആലമുൽ അർവാഹ് എന്ന് പറഞ്ഞാൽ റൂഹുകളുടെ ലോകം. ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യലോകത്തിൽ ലോകാവസാനം വരെ വരുന്ന എല്ലാ മനുഷ്യരുടെയും ആത്മാവുകളെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാളെ വരുന്ന ലോകത്ത് ജനിക്കാതിരിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ആത്മാവുകളെ മാത്രം, ശരീരമല്ല പ്രധാനം, റൂഹാണ് പ്രധാനം. ആത്മാവുകളെ മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമായ ഒരു ലോകം, ആ ലോകത്തിന്റെ പേരാണ് ആലമുൽ അർവാഹ്, റൂഹുകളുടെ ലോകം. അവിടെ വെച്ച് അല്ലാഹു ഒരുമിച്ച് കൂട്ടി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ലോകാവസാനം വരെ വരുന്ന സർവ്വ മനുഷ്യരുടെയും ആത്മാവുകളെ അല്ലാഹു ഒരു സ്ഥലത്ത് വെച്ച് ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റൂഹുകളോട് സംസാരിച്ചു. അവിടെ ഞാനും നിങ്ങളും ഒക്കെ ഉണ്ട്, നമ്മുടെയൊക്കെ റൂഹുണ്ട്. ഈ ശരീരമില്ലാന്നേ ഉള്ളൂ, റൂഹുണ്ട്, ആത്മാവുണ്ട്. കല്ലൂരുകാരുണ്ട്, ഞാനുണ്ട്. ആദം നബി മുതൽ ലോകത്ത് വരെയുള്ള സർവ്വ ആളുകളും അവരുടെ റൂഹുകളെ മുഴുവനും അല്ലാഹു വിശാലമായ ലോകത്ത് ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അല്ലാഹു അവരോട് ചോദിച്ചു. ഖുർആൻ, ഞാൻ പറയുന്നില്ല, ഖുർആൻ. വഇദാ അഖദ റബ്ബുക മിൻ ബനീ ആദമ മിൻ ളുഹൂരിഹിം അദുർരിയതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബികും ഖാലൂ ബലാ ശഹീദിനാ അൻ തഖൂലൂ യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിരീൻ. അല്ലാഹു പറയുകയാണ്, നബിയെ പറഞ്ഞു കൊടുക്കുക, അല്ലാഹുവിന്റെ അടിമകൾക്ക് മനുഷ്യർ ഓർമ്മയില്ലെങ്കിൽ പറഞ്ഞു കൊടുക്ക് നബിയേ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുതുകിൽ നിന്ന് അല്ലാഹു ലോകാവസാനം വരെ വരുന്ന മനുഷ്യരുടെ ആത്മാവുകളെ മുഴുവനും പുറപ്പെടുവിച്ചുവത്രേ. എന്നിട്ട് അല്ലാഹു ആത്മാവുകളുടെ ഒരു ലോകമുണ്ടാക്കിയത്രേ. ആ ലോകമാണ് മനുഷ്യ നിന്റെ ജീവിതത്തിന്റെ തുടക്കം. ആലമുൽ അർവാഹ്.
ലോകത്തിൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ തുടക്കം ആലമുൽ അർവാഹിലാണ്. ഇതാണ് ഒന്നാമത്തെ ലോകം. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ ലോകം ആലമുൽ അർഹാം. ആലമുൽ അർവാഹിൽ വേറെ കുറെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ആ ലോകമാണ് രണ്ടാമത്തെ ലോകം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു ആലമുൽ അർഹാം. നിന്റെ ജീവിതത്തിന്റെ ഒന്നാമത്തെ ലോകം ആലമുൽ അർവാഹാണ്. അവിടെ നിന്ന് നിന്റെ എല്ലാ ആത്മാവുകളെയും അല്ലാഹു വീണ്ടും ആദം നബിയുടെ മുതുകിലേക്ക് മടക്കി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെല്ലാം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുതുകിലേക്ക് വിട്ടുകിടഞ്ഞ് ഒരു മനുഷ്യൻ പിന്നീട് അല്ലാഹു വരികയാണ്. അല്ലാഹുവിനെ റബ്ബായിട്ട് അംഗീകരിച്ച നാം അംഗീകാരം അനുസരിച്ച് ജീവിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാനാണ് അല്ലാഹു രണ്ടാമത്തെ ലോകത്തേക്ക് നമ്മെ പറഞ്ഞു വിടുക. അല്ലാഹു പറയുന്ന അതാ നീ ആലമുൽ അർഹാം. രണ്ടാമത്തെ ലോകം ആലമുൽ അർഹാമാണ്. അത് ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ നീ താമസിക്കുന്ന ദിവസമാണ്. 9 മാസവും 10 ദിവസവും മാത്രം നിനക്ക് ആയുസുള്ള രണ്ടാമത്തെ ലോകം ആലമുൽ അർഹാം. ഉമ്മാന്റെ ഗർഭാശയ ലോകമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആലമുൽ അർവാഹിന്റെ റബ്ബ്. രണ്ടാമത്തേത് ആലമുൽ അർഹാമിന്റെ റബ്ബ്. ഇന്നലെ ഞാൻ ഇതിന്റെ ചില ഭാഗങ്ങൾ സൂചിപ്പിച്ചു കളഞ്ഞു. 9 മാസവും 10 ദിവസവും മാത്രം അമ്മാന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ലോകമുണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു തന്നത് അല്ലാഹുവാണ്. ഇന്നലെ നാം ആ വിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയട്ടെ. അല്ലാഹു പറയുകയാണ് വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم نسيناه خلقا آخر فتبارك الله أحسن الخالقين. അല്ലാഹു പറയുന്ന കളിമണ്ണിന്റെ സത്തയിൽ നിന്നാണ് മനുഷ്യ നിന്നെ ഞാൻ സൃഷ്ടിച്ചത്. എന്നിട്ട് നിന്നെ സൃഷ്ടിച്ച ഞാൻ അതൊരു ഇന്ദ്രിയ തുള്ളിയായി നിന്റെ പിതാവിന്റെ മുതുകിലാക്കി. അതിൽ നിന്ന് നിന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിലെത്തി. സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മകീൻ. അല്ലാഹു പറയുകയാണ്, ഇവിടെ നാം പറയുക പുരുഷന്റെ മുതുകിൽ നിന്നാണ് ഇന്ദ്രിയം പുറപ്പെടുന്നത്. അല്ലാഹു റൂഹുകളെ പുറപ്പെടുത്തതും ആദം നബിയുടെ മുതുകിൽ നിന്നാണ്. ആ മുതുകിൽ നിന്ന് വന്ന് അത് ഉമ്മാന്റെ ഗർഭാശയത്തിൽ എത്തിക്കഴിയുമ്പോ അല്ലാഹു പറയുകയാണ് നിന്റെ ആ ഇന്ദ്രിയത്തുള്ളിയെ ഫജഅൽനാഹു ഫീ ഖറാരിൻ മകീൻ. ഒരു സുരക്ഷിതമായ സ്ഥാനത്ത് ഞാൻ നിക്ഷേപിച്ചു അത്രേ. അല്ലാഹു പറയുകയാണ് പുരുഷന്റെ ആ ബീജത്തെ ഞാൻ ഫീ ഖറാരിൻ മകീൻ, സുരക്ഷിതമായ സ്ഥാനത്ത് നിക്ഷേപിച്ചു. ഏതാ സുരക്ഷിതമായ സ്ഥാനം? ഏതാ? ഉമ്മാന്റെ ഗർഭാശയത്തെ കുറിച്ച് അല്ലാഹു പറയുന്ന വാക്ക് ഗർഭാശയം എന്നല്ല, ഖറാരിൻ മക്കീൻ, സുരക്ഷിതമായ സ്ഥാനം എന്ന് പറഞ്ഞാൽ ആരെയും പേടിക്കാതെ നിനക്ക് കിടക്കാൻ പറ്റുന്ന ഒരു സ്ഥാനമാണ് ഉമ്മാന്റെ ഗർഭാശയം. അല്ലാഹു തന്നെ പറഞ്ഞത് സുരക്ഷിതമായ സ്ഥാനമാണെന്നാണ്. ആ അല്ലാഹു പറഞ്ഞ സുരക്ഷിത സ്ഥാനത്തെ അരക്ഷിതാവസ്ഥയിലാക്കിയവനല്ലേ മനുഷ്യൻ. എടാ നീ ഒരു സിറിഞ്ചിനെയും പേടിക്കണ്ട. അല്ലാഹു സുരക്ഷിതമായ സ്ഥാനത്ത് കിടത്തിയ കുഞ്ഞിനെയാണ് നമ്മൾ അബോർഷൻ ചെയ്ത് വെളിയിൽ ചാടിക്കണത്. ശരിയാകുമോ? അല്ലാഹു പറഞ്ഞു സുരക്ഷിതമായ സ്ഥാനമാണത്. ആരുടെയും കൈകടത്തിലില്ലാത്ത ഫജഅൽനാഹു ഫീ ഖറാരിൻ മകീൻ. അല്ലാഹു ഗർഭപാത്രത്തെ കുറിച്ച് പറഞ്ഞത് അത് സുരക്ഷിതമായ ഒരു സ്ഥാനമാണ്. വീണ്ടും ഞാൻ തുടരട്ടെ സമയത്തിന്റെ പരിമിതി കൊണ്ട്. ثم خلقنا النطفة علقة. ആ ഇന്ദ്രിയത്തുള്ളി ഉമ്മാന്റെ ഗർഭാശയത്തിലെത്തിയാൽ 40 ദിവസം കഴിയുമ്പോ അലക്കത്തെ ഞാനതിനെ ഒരു രക്തപിണ്ഡമാക്കും. ثم خلقنا അടുത്ത 40 ദിവസം കഴിയുമ്പോ ആ രക്തപിണ്ഡം മാംസപിണ്ഡമായി മാറുകയാണ്. പിന്നീട് ആ മാംസപിണ്ഡം എല്ലുകളായി. ആ മാംസപിണ്ഡം പിന്നീട് എല്ലുകളായി മാറുകയാണ്. അല്ലാഹു സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുകയാണ് ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിലെ ഒരു കുഞ്ഞിനെ ഓരോ ഘട്ടവും
കഴിയുമ്പോ അള്ളാഹു ഗർഭാശയത്തിനുള്ളിൽ വളർത്തുകയാണ്. അവസാനം അടുത്ത 40 ദിവസമാകുമ്പോ 120ാമത്തെ ദിവസമാകുമ്പോ അള്ളാഹു ആ എല്ലുകളുടെ മുകളിൽ മാംസം പൊതിഞ്ഞ് അള്ളാഹു പറയുന്നു 120 വയസ്സമാകുമ്പോ ഉമ്മാന്റെ ഗർഭാശയത്തിലൊരു കുഞ്ഞിന് 4 മാസം പ്രായമായി കഴിയുമ്പോ ഞാൻ ആ എല്ലിന്റെ മുകളിൽ മാംസം വെച്ചിട്ട് തൊലി കൊണ്ട് പൊതിയുകയാണ്. പിന്നീട് ഞാനൊരു പുതിയ സിട്ടിപ്പ് തുടങ്ങുകയാ എന്ന് പറഞ്ഞാൽ മനുഷ്യനാവാൻ പോവുകയാണ്. അല്ലാഹു പറയുന്നു തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അല്ലാഹു എത്രയോ സൗന്ദര്യബോധമുള്ള രക്ഷിതാവാണ്. അല്ലാഹു ഒരു സൂപ്പർ ഡിസൈനറാണ്. അവനേക്കാൾ വലിയ സൗന്ദര്യബോധമുള്ള ഡിസൈനർ വേറെയില്ല. 40 ദിവസം കൊണ്ട് രക്തപിണ്ഡം, അടുത്ത 40 ദിവസം കൊണ്ട് മാംസപിണ്ഡം, അടുത്ത 40 ദിവസം കഴിയുമ്പോ എല്ലുകൾ മുളക്കാൻ തുടങ്ങി. അടുത്ത സമയമാകുമ്പോ എല്ലുകളുടെ മുകളിൽ മാംസം വെച്ചിട്ട് അതിന്റെ മുകളിൽ തൊലി കൊണ്ട് പൊതിയുകയാണ്. അല്ലാഹു പറയുന്നു പിന്നീട് ഞാനൊരു പുതിയ സിട്ടിപ്പ് തുടങ്ങുകയാ. എന്താ പുതിയ സിട്ടിപ്പ് തുടങ്ങുന്നതെന്നറിയുമോ? അള്ളാന്റെ റസൂല് പറഞ്ഞു, ഉമ്മാന്റെ ഗർഭാശയത്തിൽ ഒരു കുഞ്ഞിന് ആലമുൽ അർഹാമെന്ന 2ാമത്തെ ലോകത്ത് നടക്കുന്ന സംഭവമാണ് പറയുന്നത്. അള്ളാഹു ഒരു മലക്കിനെ പറഞ്ഞു വിടും. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സഹീഹായ ഹദീസാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മാതാവിന്റെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അടുക്കലേക്ക് അള്ളാഹു ഒരു മാലാഖയെ പറഞ്ഞു വിടുമത്രേ. ആ മാലാഖ 4ാം മാസമാകുമ്പോ ഗർഭിണിയായ ഒരു പെണ്ണിന്റെ അടുക്കലെത്തും. സഹോദരിമാരെ, നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല. നിന്റെ ഗർഭാശയം എന്ന് പറയുന്ന മഹത്തായ ലോകത്ത് നടക്കുന്ന, അതുകൊണ്ടാണല്ലോ ഉമ്മ എന്ന് പറഞ്ഞാൽ മാതാവ് മാത്രമല്ല, അവള് നിന്റെ എല്ലാമാണെന്ന് റസൂലുള്ള പറഞ്ഞത്. നീ ജീവിച്ചിരുന്നൊരു ലോകമാണത്. ഈ ഭൂമിയേക്കാൾ സങ്കീർണമായൊരു ലോകമാണ് നിന്റെ ഉമ്മാന്റെ ഗർഭാശയം. ആ ഗർഭാശയത്തിലാണ് മക്കൾ ഉമ്മാന്റെ അടിവയറ്റിൽ തൊഴിക്കുന്നത്. നിന്റെ ലോകത്തിനാണ് നീ ചവിട്ട് കൊടുക്കുന്നത്. ആ മലക്ക് 4ാം മാസത്തിലെ ഗർഭാശയത്തിനുള്ളിലേക്ക് വന്നിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു, ആ കിടക്കുന്ന കുഞ്ഞിന് അള്ളാഹു 4ാം മാസമായി കഴിയുമ്പോ റൂഹി കൊടുക്കുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. 4 മാസമായി കുഞ്ഞിന് റൂഹൂതി. അപ്പോഴാണ് കാല് ചലിക്കാൻ തുടങ്ങുന്നത്, കൈ അനങ്ങാൻ തുടങ്ങുന്നത്. ആ സമയത്ത് ഭാര്യമാര് ഭർത്താവിനോട് പറയും, കൊച്ചു വാപ്പാനെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, വയറ്റിനുള്ളിൽ അനക്കം തുടങ്ങിയിട്ടുണ്ടെന്ന് സഹോദരിമാര് പറയുന്നത്. അപ്പോഴാണ് അള്ളാഹു പറഞ്ഞു വിടുന്ന മലക്കിന്റെ ജോലി എന്താ? എന്റെ സഹോദരങ്ങള്, ഇവിടെ വെച്ചാണ് റബ്ബിനെ നമ്മൾ പരിചയപ്പെടേണ്ടത്. ആ മലക്ക് വന്നിട്ട് അവന്റെ തലയിൽ എഴുതി വെക്കാൻ തുടങ്ങും. അവൻ എത്ര നാള് ഭൂമിയിൽ ജീവിച്ചിരിക്കണം, അവൻ എത്ര ഭക്ഷണം കഴിക്കണം, അവൻ എവിടെയാണ് പിറക്കേണ്ടത്, ഏത് ഭാഷയാണ് സംസാരിക്കേണ്ടത്, അവൻ ഈ ഭൂമിയിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അവൻ ആരുടെ മകനായിട്ട് ഏത് കുടുംബത്തിൽ പിറക്കണമെന്ന് അള്ളാഹു 4ാം മാസത്തിൽ എഴുതി വെക്കുമെന്ന് അള്ളാന്റെ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. അവൻ ആരെ വിവാഹം കഴിക്കണം, അവളുടെ ഭർത്താവ് ആരായിരിക്കണം, അവൾക്ക് എത്ര മക്കൾ ഉണ്ടാവണം, അവൾ ഏത് പ്രദേശത്ത് ജനിക്കണം, എല്ലാം അല്ലാഹു 4ാം മാസത്തിൽ രേഖപ്പെടുത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. ആലമുൽ അർഹാം എന്ന് പറയുന്നത് നമ്മുടെ 2ാമത്തെ ലോകത്തടക്കുന്ന സംഭവമാണ്. 4 മാസമാകുമ്പോൾ അള്ളാഹു ഒരു മലക്കിനെ പറഞ്ഞു വിടും. മലക്ക് വന്നിട്ട് റൂഹൂതി കഴിയുമ്പോൾ കൈയും കാലും അനങ്ങും. ആ സമയത്താണ് ഗർഭിണികളുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടിക്ക് അനക്കമുണ്ടോ എന്ന് നോക്കുന്നത്, സ്കാൻ ചെയ്ത്. ആ സമയത്ത് അള്ളാഹു തലയിൽ എഴുതും എത്ര വയസ്സ് വരെ ജീവിക്കണം, എത്ര വയസ്സ് വരെ. ആർക്കേലും അറിയാവല്ല എത്ര എഴുതിയിരിക്കുന്നത്. ചില സ്ത്രീകൾ പറയല, എന്റെ പൊന്നുസ്താദ് എത്രയോ നല്ല ആളുകൾ പെണ്ണ് കാണാൻ എന്നെ വന്നതാ, ഇയാളെ തന്നെ എന്റെ തലയെ കെട്ടി വെച്ചല്ലോ. അള്ള എഴുതിയതേ വരും. ഇപ്പൊ ആര് കണ്ടാലും ശരി, എത്ര കണ്ടാലും ശരി. നമ്മൾ പറയൂലോ, പടച്ചവനെ ഇതല്ലാതെ വേറൊന്നായിരുന്നെങ്കിൽ. ഇല്ല സഹോദരങ്ങൾ, അള്ളാന്റെ കലായിൽ തൃപ്തിപ്പെട്ടോളി. അള്ള ഏത് പെണ്ണിന്റെ പേരാണോ നിന്റെ ഭാര്യയായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്, എവിടെ കറങ്ങിത്തിരിഞ്ഞാലും അവിടെ തന്നെ വരും. 4ാം മാസത്തിൽ അള്ളാഹു എഴുതി വെച്ചിരിക്കുന്ന തീരുമാനങ്ങളുടെ പൂർത്തീകരണമാണ് അടുത്ത ലോകത്ത് നടക്കുന്നത്. അതുകൊണ്ട് ഈ ലോകവും ആ ലോകവും തമ്മിൽ വളരെ ബന്ധമുണ്ട്. 2ാമത്തെ ലോകത്തിൽ അള്ളാഹു തീരുമാനിക്കുന്നതാണ് നടക്കുക. അള്ളാഹു നമ്മുടെ തീരുമാനം അനുകൂലമാക്കി തരട്ടെ. ഈ 2 ലോകം കുഴപ്പമില്ല, ഇനിയുള്ള ലോകമാണ് കുഴപ്പം. ഈ 2 കാലത്ത് അള്ള നോക്കിക്കോളും, കുഴപ്പമൊന്നുമില്ല, നമ്മളൊന്നും ചെയ്യേണ്ട, അതിനകത്ത് കിടന്നാൽ മതി. അതായിരുന്നു സുഖം.
ആ ഗർഭാശയത്തിന്റെ ഉള്ളിൽ അള്ളാഹു പറയുന്ന കുഞ്ഞിനെ വളർത്തുകയാണ്. ഗർഭാശയത്തിൽ ഒരു പ്രശ്നവുമില്ലാതെ അള്ളാഹു നിന്നെ നോക്കുകയാണ്. ഇവിടെ അള്ളാഹു ഗർഭാശയത്തെ കുറിച്ച് പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞല്ലോ, സുരക്ഷിതമായ സ്ഥാനമാണ് ഗർഭാശയം എന്ന് പറഞ്ഞാൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോ, അവൻ റബ്ബായിട്ട് പരിപാലിക്കുമ്പോ, ഗർഭാശയത്തിന്റെ വായുടെ ഭാഗത്തായി ഒരു കുഞ്ഞ് കടന്നു പോകുന്ന ഗർഭാശയത്തിന്റെ, ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിന് മൂടിക്കെട്ടി കിടക്കുന്ന ഗർഭാശയത്തിന്റെ മുകൾ ഭാഗത്തായി അള്ളാഹു ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. ആ അരിപ്പയുടെ പേര് പ്ലാസന്റ എന്നാണ്. കുഞ്ഞ് കിടക്കുന്ന ഗർഭാശയത്തിന്റെ കവാടത്തിന്റെ മുകളില് ഏകനായ തമ്പുരാൻ ഒരു അരിപ്പ വെച്ചിരിക്കുകയാണ്. എന്തിനെന്നറിയുമോ? ഉമ്മാന്റെ ശരീരത്തിലെ വിഷാംശങ്ങളോ, ഉമ്മയുടെ രക്തത്തിൽ വിഷാംശങ്ങൾ കലർന്നാല് അതാ കുഞ്ഞിനെ ബാധിക്കാതിരിക്കാൻ, ഉമ്മയുടെ ഭക്ഷണ പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ കുഞ്ഞുങ്ങളിലേക്ക് പകരാതിരിക്കാൻ അല്ലാഹു ഗർഭാശയത്തിന്റെ കവാടത്തിൽ ഒരരിപ്പ വെച്ചിരിക്കുകയാണ്. ആ അരിപ്പയിൽ നിന്ന് അരിച്ചിട്ട് നല്ലതല്ലാതെ വെളിയിലോട്ട് പോവുകയില്ല. കാരണം ഒരു കുഞ്ഞ് നിർമ്മലമായിരിക്കണം, നവജാത ശിശു നിർമ്മലമായിരിക്കണം. അതിനുവേണ്ടി അല്ലാഹു ഗർഭാശയത്തിന്റെ മുകളിൽ ഒരു അരിപ്പ വെച്ചിരിക്കുകയാണ്. ആ കുഞ്ഞിന് യാതൊരുവിധ വിഷാംശങ്ങളേക്കാതിരിക്കാൻ ഒരു നിർമ്മലമായ അവസ്ഥയിലാണ് 9 മാസവും 10 ദിവസവും താമസിച്ചിട്ട് അതാ നിന്റെ 3ാമത്തെ ലോകത്തേക്ക് നീ വരാൻ പോവുകയാണ്. കാരണം എന്തെന്നറിയോ? 9 മാസവും 10 ദിവസവും പൂർത്തിയാകുമ്പോ അള്ളാഹു പറഞ്ഞു, നിന്റെ 2ാമത്തെ ലോകം കഴിഞ്ഞു, ഇനി നീ പൊയ്ക്കൊള്ളുക നിന്റെ 3ാമത്തെ ലോകത്തേക്ക്. അപ്പോഴാണ് പ്രസവം നടക്കുന്നത്. അതാ ഒരു കുഞ്ഞ് ജനിക്കാൻ പോവുകയാണ്. ആ കുഞ്ഞു ലോകത്തേക്ക് വരാൻ പോവുകയാണ്. അള്ളാഹു അതിനു വേണ്ടിയുള്ള സംവിധാനം ഒരുക്കുകയാണ്. സഹോദരങ്ങളെ, ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം നടക്കാൻ പോവുകയാണ്. ഒരു കുഞ്ഞിന്റെ ജനനം എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. ഇന്ന് നടന്ന ഏറ്റവും വലിയ സംഭവം ഏതാണ് ചോദിച്ചാൽ, ആ സംഭവം ലോകത്തെവിടെയെങ്കിലും ഒരു കുഞ്ഞ് പറഞ്ഞാൽ ആ കുഞ്ഞിന്റെ ജനനമാണ്. കാരണം എന്താ? ഇന്ന് ജനിച്ച ഈ കുഞ്ഞ് ഏതെങ്കിലും ഗവൺമെന്റ് ആശുപത്രിയുടെ വരാന്തയിൽ ജനിച്ച ഈ കുഞ്ഞ് നാളത്തെ പ്ലേറ്റോ ആവില്ലെന്ന് ആര് കണ്ടു? ഈ കുഞ്ഞു നാളെ ഒരു സോക്രട്ടീസ് ആവില്ലെന്ന് ആര് കണ്ടു? ഈ കുഞ്ഞു നാളെ ഒരു അരിസ്റ്റോട്ടിൽ ആവില്ലെന്ന് ആര് കണ്ടു? ഈ കുഞ്ഞു നാളെ ഒരു ഇമാമുദ്ദീൻ സഞ്ജി ആവില്ലെന്ന് ആര് കണ്ടു? ഈ കുഞ്ഞു നാളെ ഒരു സലാഹുദ്ദീൻ അയ്യൂബി ആവില്ലെന്ന് ആര് കണ്ടു? ഈ കുഞ്ഞു നാളെ ഒരു ഉമർ മുഖ്താർ ആവില്ലെന്ന് ആര് കണ്ടു? ഒരു കുഞ്ഞിന്റെ ജനനം ലോകത്തിലെ വലിയൊരു സംഭവമാണ്. അള്ളാഹു പറഞ്ഞു, മനുഷ്യ, നിന്റെ 2ാമത്തെ ലോകം തീരാൻ പോവുകയാണ്. പൊയ്ക്കൊള്ളുക നീ ഒരു പുതിയ ലോകത്തേക്ക്. ഞാൻ കടക്കട്ടെ. 3ാമത്തെ ലോകമാണ് ആലമുദ്ദുനിയാ. നമ്മൾ ഈ ജനിച്ചു വീണ ഭൂലോകമില്ലേ, 2 ലോകം കടന്നിട്ട് 3ാമത്തെ ലോകത്താണ് നാം നിൽക്കുന്നത്. അതാ ഉമ്മാന്റെ ഗർഭാശയത്തിൽ കടന്ന ഒരു കുഞ്ഞതാ കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭൂമിയിലേക്ക് വരികയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് വരികയാണ്. 1000 മോഹങ്ങളും ലാഭങ്ങളും കൊതിയുമായി. ഇനിയാണ് നാം നമ്മുടെ വിഷയം ശ്രദ്ധിക്കേണ്ടത്. കുഞ്ഞതാ ജനിച്ചു വീഴുകയാണ്. 2 കൈയും കൂട്ടിപ്പിടിച്ച് മടക്കി പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഒരു കുഞ്ഞിന്റെ ജനനം ഇവിടേക്ക് നടക്കുക. അതെന്താണെന്നറിയുമോ? ഒരു കുഞ്ഞിതാ കൈ മുറുക്കി അടച്ചു പിടിച്ചിട്ടാണ് വെളിയിലോട്ട് വരുന്നത്. എന്തിനാണ് സഹോദരങ്ങളെ കൈ ഇങ്ങനെ മുട്ടി ചുരുട്ടി പിടിച്ചിരിക്കുന്നത്? എപ്പോഴാണ്? എപ്പോഴും കൈയുടെ ഉള്ളിൽ എന്തെങ്കിലും ഇരിക്കുമ്പോഴാണ് ആരും കാണാതെ കൈ നാം ഇങ്ങനെ അടച്ചു പിടിക്കുന്നത്. ജനിച്ചു വീഴുന്ന നവജാത ശിശുവിന്റെ കയ്യിൽ എന്താണുള്ളത്? ഒന്നുമില്ലാത്ത കുഞ്ഞന്റെ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചുകൊണ്ട് ലോകത്തേക്ക് കടന്നു വന്നു. അതാണ് അല്ലാഹു നമ്മോട് ചിന്തിക്കാൻ പറഞ്ഞത്. ഒരു കവി ചോദിച്ചു അത്ര, എന്തുകൊണ്ടാണ് കുഞ്ഞിങ്ങനെ കൈ മുറുകി അടച്ചു പിടിച്ചിരിക്കുന്നത്? അവന്റെ കൈക്കുള്ളിൽ എന്താണ് ഇരിക്കുന്നത്? കവി ചോദിച്ചു അത്ര കുട്ടിയോട്, മോനെ, മുത്തേ കണ്ണേ തേനെ പാലേ മുട്ടി സേ ക്യാ ഹേ ആനെ വാലാ ജിന്ദഗി കി സ്വപ്നാ ഹേ. ഏ പൊന്നു മോനെ, മുട്ടി സേ ക്യാ ഹേ, നിന്റെ കൈക്കുള്ളിൽ എന്താണ് നീ ആരും കാണാതെ ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്നത്? ആ സമയത്ത് നവജാത ശിശു എന്നോട് മറുപടി പറഞ്ഞു അത്രേ. ഇല്ലില്ല, നവജാത ശിശു മറുപടി പറയില്ല. കവി അദ്ദേഹത്തിന്റെ ഭാവനയിൽ പറയുകയാണ്, എന്റെ കൈക്കുള്ളിൽ എന്താണെന്നറിയുമോ? ആനേവാല ജിന്ദഗി കി സ്വപ്നാ ഹേ, എന്റെ ഇനിയുള്ള ജീവിതത്തിലെ സ്വപ്നങ്ങളാണ് എന്റെ കൈക്കുള്ളിൽ ഞാൻ മടക്കി വെച്ചിരിക്കുന്നത്. 1000 സ്വപ്നങ്ങളുമായി, 1000 ആഗ്രഹങ്ങളുമായി നീതാ 3ാമത്തെ
ലോകത്തോട്ട് കടന്നു വരികയാണ്. നിന്റെ ഒടുക്കത്തെ ആഗ്രഹങ്ങളുമായിട്ടാണ് വരുന്നത്. മനുഷ്യൻ എത്രയോ ആഗ്രഹങ്ങളാണ്. മനുഷ്യന് ഏറ്റവും വലിയ മോഹത്തിന്റെ അടിമയാണ്. മനുഷ്യന് ഏറ്റവും കൂടുതൽ മോഹം മണ്ണിനോടാണ്. മനുഷ്യന് മോഹം മണ്ണിനോടാണ്. മണ്ണിന് മോഹം മനുഷ്യനോടാണ്. നമുക്കെല്ലാവർക്കും മോഹം എന്താണ്? മണ്ണ് വാരി കൂട്ടണം. എത്ര വാങ്ങിച്ചു കൂട്ടിയാലും മോഹം തീരില്ല. എത്ര മണ്ണ് വാരി കൂട്ടിയാലും മനുഷ്യന് മോഹം തീരില്ല. മനുഷ്യന് മോഹം മണ്ണിനോടാണ്. മണ്ണിന് മോഹമോ മനുഷ്യനോടാണ്. മനുഷ്യനും മണ്ണും കൂടെ മോഹത്തിന്റെ കാര്യത്തിൽ മത്സരിക്കുകയാണ്. അവസാനം കല്ലൂര് പള്ളിസ്ഥാനത്ത് കിടക്കുന്ന മണ്ണ് മോഹിക്കുന്നത് നിന്നെയാണ്. കല്ലൂര് പള്ളിക്കാട്ടിലെ മണ്ണ്, ആ മണ്ണിന് മോഹം നിന്നെയാണ്. കണ്ടോ, കൊതിയോടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടോ? രണ്ടുപേരും മനുഷ്യന് മോഹമോ മണ്ണ് പിടിച്ചടക്കാനാണ്. അവസാനം പാവം മനുഷ്യൻ അവൻ മോഹത്തിന്റെ കാര്യത്തിൽ തോക്കുകയാണ്. എല്ലാം തോട്ടവൻ പോയി മണ്ണിലും മലർന്നു കിടക്കുമ്പോ ചെവിയിൽ വന്നിട്ട് മണ്ണ് ചോദിക്കും, എടാ ഭീരു, നീ എന്നെ മോഹിച്ചവനല്ലേ? പക്ഷേ ഇതാ നീ എന്റെ മുമ്പിൽ വന്ന് മലർന്നു കിടക്കുകയാണ്. 1000 മോഹങ്ങളുമായി കടന്നു വരുന്ന മനുഷ്യലോകമേ, നിന്റെ ജീവിതത്തിന്റെ 3-ാം ഘട്ടമാണിത്. ആലമുദ്ദുനിയാ, ആലമുദ്ദുനിയാ. ഇതാ നിന്റെ ലോകം അടുത്തു, 3-ാമത്തെ ലോകമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. നമ്മൾ 3-ാമത്തെ ലോകത്തെത്തി. ആ ലോകമാണ് ആലമുദ്ദുനിയ. ഇപ്പൊ നമ്മൾ ഈ നിൽക്കണ ലോകം. ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് കരഞ്ഞോണ്ടിറങ്ങി വന്ന നമ്മൾ. അള്ളാഹു പറഞ്ഞു, നിന്റെ 2 ലോകം കഴിഞ്ഞു. ഇനി നീ എന്ത് ചെയ്യണം? ഇനിയും 2 ലോകം കൂടെ ഉണ്ട്. 4 ലോകങ്ങളിടയിൽ 2 ലോകം അപ്പുറം കഴിഞ്ഞുപോയി. ഇനി 2 ലോകം വരാനുണ്ട്. ഇതിന് 2നെയും നടുക്കാണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. 2 കഴിഞ്ഞുപോയി, ഇനി 2 വരാനുണ്ട്. ഇത് 2ന്റെയും നടുക്കാണ് നാം ജീവിക്കുന്നത്. അള്ളാഹ് പറഞ്ഞു, നിന്റെ ഇന്നലകളെ നോക്കി ഇന്നുകളെ നന്നാക്കി നാളേക്ക് വേണ്ടി നീ കരുതിയിരിക്കുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. 3-ാമത്തെ ലോകത്തെത്തി. ഇനിയാണ് നമ്മുടെ റോള്. ബാക്കി 2 ലോകത്ത് നമുക്കൊരു റോളും ഇല്ല. അള്ളാഹ് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. 3-ാമത്തെ ഘട്ടത്തിലെത്തുമ്പോ ഇനി റോള് നമുക്കാണ്. അള്ളാഹ് നമ്മളോട് എന്ത് പറഞ്ഞു വിട്ടു? ഓരോ ലോകം കഴിയുമ്പോൾ ആയുസ് കൂടി വരും. ആലമുൽ അർവാഹിൽ എത്ര സമയം ആയുസ് കൂടി വന്ന 10 മിനിറ്റ്, എല്ലാ കാര്യവും കഴിയും. ഉമ്മാന്റെ ഗർഭാശയം എന്ന് പറയുന്ന 2-ാമത്തെ ലോകത്ത് വന്നപ്പോ ആയുസ് എത്രയാ? 9 മാസവും 10 ദിവസം. ഇപ്പൊ വളരെ അപൂർവമായിട്ട് നേരത്തെ ഇപ്പൊ നടക്കും. 9 മാസം 10 ദിവസം അങ്ങനെ തികയാറില്ല അല്ലെ? അതിന് മുമ്പ് ഓപ്പറേഷൻ ചെയ്തെടുക്കും. പണ്ടെല്ലാം മുഴുവൻ പേറായിരുന്നു, ഇപ്പൊ എല്ലാം കീറാണ്, സിസേറിയൻ. അപ്പൊ ആദ്യം 10 മിനിറ്റ്. അടുത്ത ലോകത്ത് നിന്നും ആയുസ് ഇത്രയും കൂടെ കൂടി. ഇനി അടുത്ത ലോകത്ത് വരുമ്പോ ഇത്രയും കൂടെ കൂടും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ 60-നും 70-നും ഇടയ്ക്ക് ആയുസ് കൂടി വരികയാണ്. ഇനി അടുത്ത ലോകത്ത് പോകുമ്പോ അതിലും കൂടും. പിന്നെ 5-ാമത്തെ ലോകത്ത് ചെല്ലുമ്പോ ഒരു പരിധിയില്ല ആയുസ്. ഖാലിദീന ഫീഹാ അബദാ. ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് വെളിയിലോട്ട് വന്നതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ ഒടുക്കവും നമ്മുടെ ജീവിതത്തിന്റെ തുടക്കവും ജീവിതത്തിന്റെ ഒടുക്കവും ഒരേപോലെയാണ്. നമുക്ക് ഗുഹ വല്ലാതെ പേടിയാണ് അല്ലേ? ഗുഹയുടെ ഇരുട്ട്. ഇവിടെ നിന്ന് ട്രെയിനിൽ കയറി കോട്ടയത്തോട്ട് പോകുമ്പോ ധാരാളം ട്രെയിന് പാളത്തിൽ കൂടെ പോകുമ്പോ ഗുഹയെ കൂടെ കയറി പോകണം. ഇരുട്ട് കമ്പാർട്ട്മെന്റ് വന്നാൽ നമുക്ക് ഭയങ്കര പേടിയാണ്. ഈ ഇരുട്ടാർന്ന ഗുഹയിൽ കയറി തന്നെ ഇരിക്കാൻ നമുക്ക് വലിയ പേടിയല്ലേ? ഇവിടെ മോനെ, നീ വന്നത് ഉമ്മാന്റെ ഗർഭാശയം എന്ന് പറയുന്ന ഏറ്റവും വലിയ ഇരുട്ടിലാണ്. ഖൽഖം മിൻ ബഅദി ഖൽഖിൻ ഫീ ദുലുമാത്തിൻ സലാസ്. കൂരാക്കൂരിട്ടായ ഗുഹയിൽ നിന്ന് വന്ന നീ ഇനിയും പോകേണ്ടത് വേറൊരു ഗുഹയിലേക്കാണ്. 6 അടി മാത്രമുള്ള വേറൊരു ഗുഹയിലേക്ക്. ഈ തുടക്കവും ഒടുക്കവും ഒരേപോലെ ആയതൊരു ആകസ്മികതയാണോ? ആണോ? സാധാരണ നമുക്കൊരു കുഞ്ഞ് പിറന്നു എന്ന് കേട്ടാല് ലേബർ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോ നേഴ്സ് കൊണ്ടുവന്ന് തരും കുഞ്ഞിനെ. എങ്ങനെയാ തരുന്നത്? നല്ല വെള്ള തുണിയിൽ പൊതിഞ്ഞ് നേഴ്സ് കൊണ്ടുവന്ന് ഇങ്ങനെ 2 കൈയിലും പിടിച്ചുകൊണ്ട് വന്ന് തരും. നമ്മൾ 2 കൈ നീട്ടി മേടിക്കും. അങ്ങനല്ലേ? നേഴ്സ് 2 കൈകൾ കൊണ്ടെടുത്ത് നമ്മുടെ കയ്യിലോട്ട് വരും, വെള്ള തുണിയിൽ പൊതിഞ്ഞ്. അങ്ങനെ വന്ന നീ ഇവിടുന്ന് പോകുമ്പോ അതേ വെള്ള തുണിയിൽ പൊതിഞ്ഞ് കബറിന്റെ കരയിൽ വെച്ച് താങ്ങി എടുത്ത ഒരാൾ തരെ താടെ വെച്ച് വാങ്ങിച്ച് വേറെ ആളതിന്റെ അകത്തിട്ട് മണ്ണിട്ട് മൂടി തീർന്നു. ഈ തുടക്കവും ഒടുക്കവും ഒരേപോലെ ആയത് വെറും ഒരു ആകസ്മികതയാണോ? ആണോ? സഹോദരങ്ങളെ, കമിഴ്ന്ന് വീണാ കൈകുത്തി എഴുന്നേക്കാം, മലന്ന് വീണാലോ? സാധാരണ നമ്മൾ പറയണം, കമിഴ്ന്ന് വീണാ കൈകുത്തി എഴുന്നേക്കാം, മലന്ന് വീണാലോ? മലന്ന് വീണാ പിന്നെ കൈകുത്താൻ പറ്റുമോ? അങ്ങനെ തന്നെ കിടക്കുകയാണ്. എന്തേ മയ്യത്ത് മലത്തിൽ കിടത്തിയത്? കമിഴ്ത്തി കിടത്തി കൂടായിരുന്നു. മലന്ന് വീണ അതിന്റെ അർത്ഥം ഇനി നിനക്കൊന്നും ചെയ്യാൻ പറ്റൂല. മയ്യത്ത് മലത്തിൽ തന്നെ കിടത്തി, എന്തെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റൂല. അവിടേക്ക് നീ പോവുകയാണ്.
അതുകൊണ്ട് അല്ലാഹു ആലമദുനിയായിലേക്ക് മൂന്നാമത്തെ ലോകത്തേക്ക് നമ്മെ പറഞ്ഞു വിടുമ്പോ അല്ലാഹു പറഞ്ഞതെന്താണെന്നറിയോ? അല്ലാഹു പറഞ്ഞതെന്താണെന്നറിയുമോ? സഹോദരങ്ങളെ, അല്ലാഹു അവന്റെ റബ്ബ് എന്ന് പറയുന്ന അവൻ ഏറ്റെടുത്ത ദൗത്യം അല്ലാഹു അതേപടി വിവരിക്കുകയാണ്, അല്ലാഹു അതേപടി നിലനിർത്തുകയാണ്. നിങ്ങൾക്കറിയുമോ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ ഏതാണ്ട് 320ഓളം അസ്ഥികളുണ്ട്. പക്ഷേ അവന് പ്രായപൂർത്തിയായി കഴിയുമ്പോ അവന്റെ ശരീരത്തിൽ ആകെ 260 അസ്ഥികളാണുള്ളത്. ബാക്കി 60ഓളം അസ്ഥികൾ എവിടെ പോയി ആർക്കും അറിയില്ല. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ 320 അസ്ഥികളുണ്ട്. പക്ഷേ അവന്റെ ശരീരം ഉറച്ചു കഴിഞ്ഞാൽ ബാക്കി ആകെ 260 അസ്ഥികളാണുള്ളത്. ബാക്കി 60 എണ്ണം എവിടെ പോയി അറിയുകയില്ല. എന്താണ് അതിന്റെ സംവിധാനം എന്ന് നിങ്ങൾക്കറിയുമോ? ഒരു കുഞ്ഞുമ്മാന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ കിടക്കുമ്പോ, ഉദാഹരണത്തിന് പറഞ്ഞാൽ അവന്റെ തലസ്ഥികളുണ്ട് തലയോട്ടിയില്. ഒരു കുഞ്ഞുമ്മാന്റെ ഗർഭാശയം സുഖപ്രസവത്തിന് വേണ്ടി വെളിയിലോട്ട് വരുമ്പോ നമുക്കറിയാമല്ലോ, സുഖപ്രസവം നടക്കാൻ ആദ്യമായിട്ട് കുഞ്ഞിന്റെ തലയാണ് പ്രസവം നടക്കുമ്പോൾ വെളിയിലോട്ട് വരിക. ആ സമയത്ത് അല്ലാഹു തലയോട്ടിയിൽ 6 അസ്ഥികൾ വെച്ചിട്ടുണ്ട്. അത് പ്രസവത്തിന് വേണ്ടി ഗർഭാശയത്തിന്റെ ഗുഹാമുഖത്ത് വരുമ്പോ അല്ലാഹു ഒരു എല്ലിനെ നിരക്കി മറ്റൊന്നിന്റെ മുകളിൽ കയറ്റും. ഈ 6 എല്ലുകളും കൂടി പരസ്പരം നിരങ്ങി ചെറുതായി തല ചെറുതാകുമ്പോഴാണ് സുഖപ്രസവം നടക്കുന്നത്. ആ എല്ലുകളെങ്ങാനും അങ്ങനെ ഇരുന്നാൽ, അതങ്ങാനും നിരങ്ങാതെ അങ്ങനെ തന്നെ നീണ്ടിരുന്നാൽ കുഞ്ഞിനുമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് വെളിയിലേക്ക് വരാൻ കഴിയില്ല. തലയോട്ടിയിൽ 6 അസ്ഥികൾ പരസ്പരം നിരങ്ങി മുകളിലോട്ട് കയറിയിരുന്ന് തല ചെറുതായിട്ടാണ് പ്രസവം നടക്കുക. അങ്ങനെ ആ കുഞ്ഞ് തല ചെറുതായി ഉമ്മാന്റെ ഗർഭാശയത്തിൽ വെളിയിൽ വന്നാലോ ഉടനെ അവന്റെ എല്ലുകൾ കൂടിച്ചേരുകയില്ല. ആവശ്യം കഴിഞ്ഞാൽ കൂടിച്ചേരുകയില്ല. കാരണം എന്താണെന്നറിയുമോ? തലയോട്ടിയിൽ 6 എല്ലുകളും കൂടെ കൂടി ജോയിന്റ് ആയി കഴിഞ്ഞാൽ ആ പൊന്നമോന്റെ തലച്ചോറ് വികസിക്കണ്ടേ? അവന്റെ തലച്ചോറ് വളരുന്നതിനനുസരിച്ച് അവന്റെ തലയോട്ടിയോ വലുതായാലല്ലേ ആ കുഞ്ഞിന് സ്വന്തം ബുദ്ധി ഉണ്ടാവുകയുള്ളൂ. അതല്ലാതെ തലച്ചോറ് വളരാനെങ്ങാനും ഇടമില്ലാതിരുന്നാല് അവൻ മന്ദബുദ്ധിയായി പോകുമെങ്കിൽ പലരും പറയാറില്ലേ, മസ്തിഷ്കത്തിന് പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല. അല്ലാഹുവേ, പടച്ചറമ്പേ, നീ വല്ലാത്ത കാരുണ്യവാനാണ്. ഇത് രാത്രിയാന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് നീ വിശേഷ ബുദ്ധി തന്നത് കൊണ്ടാണ്. അതിന്റെ തലച്ചോറ് പൂർണ്ണ വളർച്ച എത്തുന്നത് വരെ തലയിലെ എല്ലുകൾ അങ്ങനെ തന്നെ ഇരിക്കും. തലച്ചോറ് പൂർണ്ണ വളർച്ചയായ 6 എല്ലുകളെയും കൂടെ യോജിപ്പിച്ചിട്ട് അല്ലാഹു വെറും 3 എല്ലുകളാക്കി കൂട്ടിവെച്ചു സുരക്ഷിതമാക്കുകയാ. കാരണം ഇനി അവൻ വലിയ തലയിൽ ചുമടെടുക്കാനുള്ളവനാണ്. പഴയ പോലെ ദുർബലമായ അസ്ഥികളാണെങ്കിൽ പറ്റില്ല. അവൻ വീണാല് താങ്ങേണ്ട അസ്ഥികളാക്കി അല്ലാഹു ശക്തിയുള്ളതാക്കി വെക്കുമ്പോ എത്രയോ സംവിധാനങ്ങളാണ് തമ്പുരാൻ ചെയ്യുന്നതെന്നറിയുമോ? അവനല്ലാതെ മറ്റാർക്കെങ്കിലും ഇത് ചെയ്യാൻ കഴിയുമോ? അല്ലാഹു പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംവിധാനം ചെയ്ത് നിന്നെ ഞാനിതാ ഭൂമിയിലേക്ക് വിടുകയാണ്. എന്നിട്ട് അല്ലാഹു നമ്മളോടൊരു കാര്യവും കൂടി പറഞ്ഞു, ഈ ഭൂമിയിൽ നീ താമസിക്കേണ്ടത് എത്രയാ? വളരെ പരിമിതമായ കാലഘട്ടമാണ് നിന്റെ 3ാം ലോകത്ത് നീ താമസിക്കേണ്ടത്. എന്നിട്ട് അല്ലാഹു നമ്മളോട് പറഞ്ഞതെന്താ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. വത്തഖൂ യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ ഓർത്തു വെക്കണേ. തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹു നിങ്ങളെ അവന്റെ അടുക്കലേക്ക് തിരിച്ചു വിളിക്കുന്ന ഒരു ദിവസത്തെ ഓർത്തുകൊണ്ടല്ലാതെ നിങ്ങൾ ഇനി ഭൂലോകത്ത് ജീവിച്ചിരിക്കരുതേ. 3ാമത്തെ ലോകത്ത് വന്നു അല്ലാഹു നമുക്കൊരു നിർദ്ദേശവും തന്നു. എന്താ നിർദ്ദേശം? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് നിങ്ങളെ തിരിച്ചു വിളിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെ നിങ്ങൾ ഓർക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇനി നമ്മുടെ ജോലി എന്താ? ഈ കാണുന്ന ലോകത്ത് സഹോദരങ്ങളെ 2 ലോകം നമ്മൾ കണ്ടിട്ടില്ല. ഇതിനു മുമ്പ് കടന്നു വന്ന 2 ലോകം കണ്ടിട്ടില്ല. ഇനിയുള്ള 2 ലോകം കാണാൻ പോണതേ ഉള്ളൂ. ആകെ കണ്ണുകൊണ്ട് കാണണ ഒരു ലോകത്താണ്, 2ന്റെയും നടുക്കാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഭൂമിയിൽ അല്ലാഹു മനുഷ്യനെ എന്ത് ചെയ്തു? അല്ലാഹു ഭൂമിയെ മുഴുവനും നമുക്ക് വേണ്ടി ഒരുക്കി തന്നു. അല്ലാഹു ഭൂമിയെ മുഴുവനും നമുക്ക് വേണ്ടി ഒരുക്കി തന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ അതിഥിയായിട്ട് നീ ഇവിടെ താമസിച്ചു. അള്ളാഹു പറഞ്ഞു, തുർജഊന ഫീഹി ഇലല്ലാഹ്, നിന്നെ അള്ളാഹുവിലേക്ക് തിരിച്ചു വിളിക്കും. അള്ളാഹു വിളിക്കൂന്നല്ല പറഞ്ഞ, തിരിച്ചു വിളിക്കൂന്നാ പറഞ്ഞത്. കാരണം എന്താ? തിരിച്ചു വിളിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ തിരിച്ചു വിളിക്കണേ? നമ്മുടെ അടുത്തുനിന്ന് പോയ ആളെ തിരിച്ചു വിളിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ ഒരുത്തരെ തിരിച്ചു വിളിക്കാൻ പറ്റൂ? അയാളെ വിളിക്കാനല്ലേ പറ്റുള്ളൂ.
അള്ളാഹു പറഞ്ഞു തുർജഊന ഫീഹി ഇലല്ലാഹ്. റജഅ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മടങ്ങി എന്നാണ്. നമ്മുടെ അടുത്ത് നിന്ന് പോയ ആളെ തിരിച്ചു വിളിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ അംബാസഡറിനെ തിരിച്ചു വിളിക്കും, സൗദി അംബാസഡറിനെ തിരിച്ചു വിളിക്കും, കാരണം അയാൾ സൗദിയിൽ നിന്ന് വന്നതാണ്. അപ്പൊ അള്ളാഹു നമ്മളെ തിരിച്ചു വിളിക്കുന്നു, എവിടേക്ക് തിരിച്ചു വിളിക്കുന്ന? ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് അത് ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 1-2 ഉപദേശങ്ങൾ, അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കാം. നമ്മളെ തിരിച്ചു വിളിക്കും എവിടേക്ക്? നമ്മളിപ്പോ എവിടെ നിന്ന് വന്നവരാ? നമ്മളിപ്പോ എവിടെ നിന്നാ വന്നേ? ആദ്യ മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് എവിടെയാ? സ്വർഗത്തിൽ, അല്ലെ? ആദം നബിയെയും ഹവ്വാ ബീവിയും അള്ളാഹു സ്വർഗത്തിൽ സൃഷ്ടിച്ചു. ചുരുക്കി പറയാം, എന്നിട്ട് ആദമിനോട് ഹവ്വായോടും പറഞ്ഞു, വയാ ആദമുസ്കുൻ അന്ത വസൗജുക്കൽ ജന്ന, ഓ ആദമേ, നീയും നിന്റെ ഭാര്യയും കൂടി ഈ സ്വർഗത്തിൽ താമസിച്ചു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, സ്വർഗത്തിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾ തിന്നോ, വലാ തഖറബാ ഹാദിഹി ശജറ, ഈ വൃക്ഷത്തിലെ പഴം മാത്രം തിന്നാൻ പാടില്ല. അത് തിന്നാൻ കൊള്ളാത്ത പഴമായതുകൊണ്ടല്ല. അള്ളാഹു പറഞ്ഞു എല്ലാം തിന്നോ, ഇത് മാത്രം തിന്നരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അള്ളാഹ് മനുഷ്യനെ പരീക്ഷിച്ചതാണ്. എല്ലാം മുമ്പിൽ കൊടുത്തിട്ട് അള്ളാഹ് ഇത് തിന്നോ, ഇത് തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തന്റെ റബ്ബ് പറഞ്ഞ കാരണത്താൽ മനുഷ്യൻ അത് തിന്നാതിരിക്കുമോ എന്നുള്ള പരീക്ഷിച്ചു. മനുഷ്യൻ പരീക്ഷണത്തിൽ തോറ്റുപോയി എന്നാണ് ചരിത്രം. ഖുർആൻ സൂറത്തുൽ അഅറാഫ്. ദുനിയാവിലും അങ്ങനെയാണ്. നീ എല്ലാം തിന്നോ, പക്ഷേ പലിശ തിന്നരുത്. നീ എന്ത് വേണമെങ്കിലും കുടിച്ചോ, പക്ഷെ കള്ളു കുടിക്കരുത്. നീ എന്ത് വേണമെങ്കിലും കളിച്ചോ, പക്ഷെ ചീട്ട് കളിക്കരുത്. ദുനിയാവിൽ അള്ളാഹു അതേ നിയമമാണ് തന്നത്. അള്ളാഹ് പറയുന്നത് എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ ഇത് മാത്രം ചെയ്യാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യ മനുഷ്യനോട് പറഞ്ഞത് ഇതാണ്. നമ്മുടെ ഈ ഭൂമിയിലെ നമ്മുടെ ലക്ഷ്യം എന്താണ്? അല്ലാഹു പറഞ്ഞു, വലാ തഖറബാ ഹാദിഹി ശജറ, ആ പഴം മാത്രം ആദമേ ഹവ്വായെ നിങ്ങൾ തിന്നരുത്, ഫതകൂനാ മിനൽ ളാലിമീൻ, അങ്ങനെ ചെയ്താൽ നിങ്ങൾ വലിയ അക്രമികളായി പോകും. ആദം നബി ഹവ്വാ ബീവിയും എന്റെയും നിങ്ങളുടെയും മാതാവും പിതാവും സ്വർഗത്തിൽ താമസിച്ചു. പിശാച് വന്നിട്ട് ആദം നബിയോട് പറഞ്ഞു, ആദമേ, ഫവസ്വസ ഇലൈഹി ശൈത്താൻ, പിശാച് വന്നിട്ട് ആദം ഹവ്വാ ദമ്പതികളോട് പറഞ്ഞു, ആദമേ, ഫഖുൽനാ യാ ആദമു ഹൽ നദുല്ലുക അലാ സദറത്തിൽ ഖുൽദി വ മുൽകിൻ ലാ യബ്ലാ, ഓ ആദം ഹവ്വാ ദമ്പതികളെ, അല്ലാഹു നിങ്ങളോട് ആ പഴം മാത്രം തിന്നരുതെന്ന് പറഞ്ഞത് ഇല്ലാ അൻ തകൂനാ മലകൈനി ഔ തകൂനാ മിനൽ ഖാലിദീൻ, ഇത് തിന്നാല് നിങ്ങളെ ഒരിക്കലും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ അല്ലാഹുവിന് കഴിയില്ല, അതല്ലെങ്കിലോ നിങ്ങൾ മലക്കുകളായി പോകും, അതുകൊണ്ടാണ് ഇത് തിന്നരുതെന്ന് പറഞ്ഞത്. പിശാച് വന്നിട്ട് ആദം നബിയോട് ഹവ്വാ ബീവിയോട് പറഞ്ഞു, ആദമേ ഹവ്വാ ദമ്പതികളെ, ഈ പഴം തിന്നരുതെന്ന് അല്ലാഹ് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അല്ലാഹ് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഇത് തിന്നാല് മലക്കാകും, അല്ലെങ്കിൽ സ്വർഗത്തിൽ തന്നെ കിടക്കും, വെളിയിൽ പോകാൻ പറ്റൂല. ആദം നബിക്ക് വലിയൊരു ആഗ്രഹം, ഇത് തിന്നാ സ്വർഗത്തിൽ തന്നെ കിടക്കാവല്ലോ. ലോകത്തെ ആദ്യ മനുഷ്യന്റെ ആഗ്രഹം അതായിരുന്നു, അള്ളാഹുവെ സ്വർഗത്തിൽ തന്നെ കിടക്കണം. അപ്പൊ ആദം നബിക്ക് വിശ്വാസം വന്നില്ല. പിശാചിനോട്, ഓ അങ്ങനെയാണ്, സത്യമാണോ നീ പറയുന്നത്? ആദം നബിയുടെ മനസ്സിലൊരു സംശയം വന്നു തോന്നിയ പിശാച് എന്ത് ചെയ്തു എന്നറിയാവോ? അടുത്ത പരിപാടി എടുത്തു. പിശാച് സത്യം ചെയ്തു. ഖുർആൻ സൂറത്തുൽ അഅറാഫ്, വഖാസമഹുമാ ഇന്നി ലകുമാ ലമിനൻ നാസിഹീൻ, പിശാച് സത്യം ചെയ്തിട്ട് പറഞ്ഞു, ഇന്നി ലകുമാ ലമിനൻ നാസിഹീൻ, ഞാൻ നിന്റെ ആത്മമിത്രമായത് കൊണ്ട് പറഞ്ഞതാണ്. ചരിത്രങ്ങൾ പറയണ വെറുതെ അല്ല, ദുനിയാവ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പിശാച് ആദ്യം പറഞ്ഞു, ഞാനിത് പറഞ്ഞെന്നാ അറിയോ, നിനക്കൊരു നല്ലത് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഇവിടെ ലോട്ടറി എടുക്കടാ, 2 കോടി രൂപ കിട്ടും, ഹറാമല്ലേ, നിനക്ക് വേണേ മതി, നിന്റെ ഒരു മിത്രമായതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. സഹോദരങ്ങളെ, ലോക ചരിത്രത്തിൽ പിശാച് ആദ്യമായി മനുഷ്യനെ ചതിച്ചത് ആത്മമിത്രത്തിന്റെ രൂപത്തിലാണ്, ശത്രുവിന്റെ രൂപത്തിലല്ല. അതുകൊണ്ട് നിന്നെ എപ്പോഴും ചതിക്കുന്നത് ആത്മമിത്രമായിരിക്കും, ശത്രു ആയിരിക്കേയില്ല. ശത്രു ആക്രമിക്കുകയോ ചെയ്യുള്ളൂ, ചതിക്കൂല. ശത്രു ചതിക്കുവോ? ചതിക്കില്ല. എപ്പോഴും പിശാച് ആദ്യം മനുഷ്യനെ ചതിക്കാനെടുത്ത റോൾ ഏതാ? ആത്മമിത്രത്തിന്റെ റോളാണ്. അതുകൊണ്ട് മനുഷ്യൻ എപ്പോഴും ചതിക്കുന്നത് ആത്മമിത്രമായിരിക്കും, ശത്രു ചതിക്കൂല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ആദം നബി സംശയിച്ചപ്പോൾ ഹവ്വാ ബീവി പറഞ്ഞു, ആദമേ തിന്നോ, കുഴപ്പമില്ല, സ്വർഗത്തിൽ കിടക്കാലോ. പെൺചൊല്ലി കേട്ടാ വഴിയാതെ ഓരോന്ന് പണ്ടാരോ പറയാൻ, ഇത് ആ രീതിയിലല്ല. ഹവ്വാ ബീവി സ്വർഗത്തിൽ കിടക്കാനുള്ള ആഗ്രഹത്തിൽ പറഞ്ഞേ ഉള്ളൂ. ആദം നബി ഹവ്വാ ബീവിയുടെ പഴം കഴിച്ചു, എന്ത് പറ്റി? രണ്ടുപേരും കൂടെ
സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. അല്ലേ? അല്ല. ഖുർആൻ പറഞ്ഞ എന്താന്ന് അള്ളാഹ് കഥ എങ്ങനെയാ പറഞ്ഞത്? നമ്മൾ വിചാരിച്ച പഴം കഴിച്ച് രണ്ടുപേരെ പിടിച്ച് പുറത്താക്കി. അള്ളാഹ് പറയണ എങ്ങനെയാന്ന് നോക്കാം നമുക്ക്. ഖുർആൻ സൂറത്തുൽ അഅറാഫ്. പഴം കഴിച്ചപ്പോ എന്ത് പറ്റി? فأكلا منها فبدت لهما سوآتهما وطفقا يخصفان عليهما من ورق الجنة فأكلا منها. അള്ളാഹ് പറയാണ് എന്താണ് സംഭവിച്ചതെന്ന്. فأكلا منها. ആദം നബിയും ഹവ്വാ ബീവിയും വിലക്കപ്പെട്ട പഴം കടിച്ചപ്പോ ബദത് ലഹുമാ സൗആതുഹുമാ, അവര് രണ്ടുപേരും ഉടുത്തിരുന്ന വസ്ത്രമൂരി താഴേക്ക് വീണു. അവരുടെ പരിപൂർണ നഗ്നത വെളിവായി. ആദ്യ മനുഷ്യൻ പരിപൂർണ നഗ്നരായി. പിശാച് ആദ്യ മനുഷ്യനെ ചതിച്ചത് തുണി ഊറ്റിയിട്ടാണ്. ആദം നബിയുടെയും ഹവ്വാ ബീവിയുടെയും ബദത് ലഹുമാ സൗആതുഹുമാ, അവരുടെ രണ്ടുപേരുടെയും മുൻഭാഗവും പിൻഭാഗവും വെളിവായത്രേ. ആദം ഹവ്വാ ദമ്പതികൾ മനുഷ്യനെ സംബന്ധിച്ചോളം നിന്നതപ്പിന് തുണിയെങ്ങാനും വസ്ത്രമെങ്ങാനും മാറിപ്പോയാല് അവന്റെ വെപ്രാളമാണ്. കിട്ടുന്നത് വെച്ച് നഗ്നത മറക്കലാണ്. ആദം നബിയും ഹവ്വാ ബീവിയും എന്ത് ചെയ്തെന്നറിയുമോ? പഴം കടിക്കേണ്ട താമസം മുൻഭാഗവും പിൻഭാഗവും വെളിവായി. അവരെന്ത് ചെയ്തു എന്നറിയുമോ? തൊട്ടടുത്ത് കണ്ട ഏതോ ഒരു വൃക്ഷത്തിലെ ഇല പറിച്ചിട്ട് അവര് മുൻഭാഗവും പിൻഭാഗവും മാത്രം മറച്ചു വെച്ചത്രേ. ഖുർആൻ ഞാൻ പറഞ്ഞല്ലോ, ഖുർആൻ സൂറത്തുൽ അഅറാഫ്. ലോകത്ത് പിശാച് ആദ്യം മനുഷ്യനെ ചെയ്ത് തുണി ഊരി മാറ്റിയിട്ടാണ്, നഗ്നയാക്കി. അതുകൊണ്ട് എപ്പോഴും പെണ്ണിനെ നഗ്നയാക്കാനാണ് പിശാചിന് ഇഷ്ടം. കടയിൽ തുണി എടുക്കാണെങ്കിൽ ഫുൾ കൈ എടുക്കാന്ന് പറഞ്ഞാൽ പിശാച് പറയും വേണ്ട പകുതി മതി. പകുതി എടുക്കാൻ പോയ പിശാച് പറയും വേണ്ട സ്ലീവ് ലെസ് മതി. സ്ലീവ് വേണ്ട ലെസ് മതി, സ്ലീവ് ലെസ് മതി. അതെപ്പോഴും പിശാചിന് താല്പര്യമാണ്. മനുഷ്യന്റെ നഗ്നത വെളിവാകുന്നത് പിശാചിന് എപ്പോഴും താല്പര്യമാണ്. രണ്ടുപേരും കൂടെ കടിച്ചപ്പോ പഴം വസ്ത്രം ഊരി താഴോട്ട് വീണു. പെട്ടെന്ന് കിട്ടിയ ഇല പറിച്ചിട്ട് മുൻഭാഗവും പിൻഭാഗവും മാത്രം മറച്ചു. ഏതായാലും അവര് തന്നെ ഭക്ഷണതായാലും പറിച്ചു. രണ്ടുപേരും കൂടെ നഗ്നത വെളിവായി. അവർക്ക് മനസ്സിലായി. ആദം നബിയും ഹവ്വാ ബീവിയും എന്ത് മനസ്സിലായി? അവർക്ക് മനസ്സിലായി തങ്ങൾ തെറ്റ് ചെയ്തു പോയി. ഉടനെ അള്ളാഹ് തന്നെ പറയുകയാണ്, നമ്മോട് ദുനിയാവിലെ ലക്ഷ്യം പറയുകയാണ്. ആദം നബി അള്ളാഹുവിനോട് തെറ്റ് ചെയ്തെന്ന് മനസ്സിലായപ്പോ ഉടനെ അള്ളാഹു പറഞ്ഞു, ആദം ഹവ്വാ ദമ്പതികളെ ഈ സ്വർഗത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു പോയിക്കൊള്ളുക. എന്റെ അനുവാദമില്ലാതെ ഭക്ഷണം കഴിച്ചവരാണ് നിങ്ങൾ. രണ്ടുപേരും സ്വർഗത്തിൽ നിന്ന് വെളിയിലോട്ട് പോയിക്കൊള്ളുക. ആ സമയത്ത് ആദം നബിയും ഹവ്വാ ബീവിയും അല്ലാഹുവോട് പറഞ്ഞവത്രേ, ഖാലാ റബ്ബനാ ലലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തോട് അക്രമം പ്രവർത്തിച്ചു തമ്പുരാനെ.